രണ്ട് കോടതി സമുച്ചയങ്ങൾ ഉദ്ഘാടനം കാത്തു കിടക്കുന്നു. ഇതെന്തിനാ ഇങ്ങനെ ഉദ്ഘാടനം കാത്തു കിടക്കുന്നതെന്ന് എനിക്കറിയില്ല. കോടതിയുടെ പണിയൊക്കെ പൂർത്തിയായി, കെട്ടിടങ്ങളുടെ പണി പൂർത്തിയായി. അപ്പോൾ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള കുറേ പേരുടെ ആഗ്രഹം. അത് ആഗ്രഹം ആരുടെയാണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതല്ല എൻ്റെ വിഷയം. അതിപ്പോൾ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് യാതൊരു കാര്യമില്ല. കേരള ചീഫ് ജസ്റ്റിസിന് അത് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. പക്ഷേ ഇവർക്കെല്ലാം ഉള്ള ഒരു ഇഷ്ടമെന്ന് പറയുന്നത് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. അതിന് പല പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ജഡ്ജിമാർക്ക് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും. കാരണം മുമ്പ് ഞാൻ തൃശ്ശൂർ ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുമ്പോഴാണ് ഇരിങ്ങാലക്കുടയിൽ, ഇപ്പം ഈ രണ്ടെന്ന് പറയുന്ന ഒരെണ്ണം ചാവക്കാടാണ് ഒരു കെട്ടിടം, അതേപോലെ ഒരു കെട്ടിടം ഒരു അഡീഷണൽ കോർട്ട് കോംപ്ലക്സ് ആയിട്ട് വന്നേക്കുന്നത് ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുടയിൽ അന്ന് പുതിയ കോർട്ട് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം നടത്താനായിട്ട് വന്നപ്പോൾ, അപ്പോൾ ഞാൻ അന്ന് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയാണ് തൃശ്ശൂർ. അന്ന് അവിടെ ജില്ലയുടെ ചാർജ് ഉണ്ടായിരുന്ന ഹൈക്കോടതി ജഡ്ജി എന്ന് പറയുന്നത് ജസ്റ്റിസ് പൈസി കുര്യാക്കോസ് ആയിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ നിർബന്ധമായിട്ടും ബാറിനൊരാഗ്രഹം അന്ന് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ കൊണ്ടുവരണം. അതിന് പ്രത്യേകിച്ച് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ വേണമെന്ന് പറയാൻ കാരണം മലയാളിയായ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസാണ് ആദ്യമായിട്ട്. അത് നമ്മുടെ ശ്രീ ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവരണം. അപ്പോൾ അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്തു. അദ്ദേഹം വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റൊക്കെ നടത്തി. വളരെ വലിയൊരു പ്രോഗ്രാമായിരുന്നു. അതായത് ഇരിങ്ങാലക്കുട കണ്ടിട്ടുള്ള അതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രോഗ്രാമായിട്ടാണ് നടന്നത്. ശ്രീ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ വന്ന് അത് ഉദ്ഘാടനം ചെയ്തു പോയി. അപ്പോൾ അന്ന് മുഴുവനായിട്ട് വലിയ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. രാവിലെ മുതൽ പിറ്റേന്ന് വെളുപ്പിനെ വരെയുള്ള പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് വലിയൊരു ഉത്സവം കണക്കാണ് അവിടെ നടന്നത്. ശരി, അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം എന്ന് പറഞ്ഞാൽ വീണ്ടും ആ കെട്ടിടം അവിടെ സ്ഥലം പോരാ, ഒരുപാട് കോടതികളായി. അതുപോലെ തന്നെ ആ ബാർ എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ബാറാണ്, അതിനൊന്നും സ്ഥലം പോരാ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കെട്ടിടം കൂടെ അഡീഷണൽ ആയിട്ട് വേണ്ടി വന്നു. ഏതായാലും ഗവൺമെൻറ് പുതിയ ഒരു കെട്ടിടം കൂടെ പണി തീർന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനം കാത്തു കിടക്കുകയാണ്. കഴിഞ്ഞ ആഗസ്റ്റ്, അതായത് ഈ കഴിഞ്ഞ ആഗസ്റ്റ് 9-ാം തീയതിയോ മറ്റോ ആണ് അതിൻ്റെ ഉദ്ഘാടനം വെച്ചിരുന്നത്. ഈ അടുത്ത സമയത്താണ് ഉദ്ഘാടനം വെച്ചിരുന്നത്. അപ്പോൾ ഇത് ആഗസ്റ്റ്, അതായത് ജൂലൈ അവസാനം ആഗസ്റ്റ് എന്തായാലും ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നു. ഉദ്ഘാടനം മാറ്റി. ആഗസ്റ്റിലോ അതിന് മുമ്പേ ആണ്. ആ ഡേറ്റ് ഞാൻ മറന്നുപോയി. കാരണം എനിക്ക് ഒരുപാട് പരാതി അഭിഭാഷകരും സുഹൃത്തുക്കളും ഒക്കെ എനിക്ക് അതിനെക്കുറിച്ച് എഴുതി അയച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നുള്ള അത് നിർബന്ധമായിട്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടേക്കുന്നു. അത് ഞാൻ റെക്കോർഡായിട്ട് വെച്ചേക്കുകയാണ്. കാരണം ഇത് അവസാനം എൻ്റെ മണ്ടേ വരാതിരിക്കാനാണ്. പിന്നെ ജോസ് മേച്ചേരി എന്ന് പറഞ്ഞ ബാർ കൗൺസിലിൻ്റെ, നമ്മുടെ കേരള ബാർ കൗൺസിലിൻ്റെ മെമ്പർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ജോസ് മേച്ചേരി ഒരു പരാതി തന്നെ ആയിട്ട് ഇതിനെക്കുറിച്ച് എഴുതി അയച്ചിട്ടുണ്ട്. അതിൻ്റെ കോപ്പിയും എനിക്ക് എൻ്റെ വാട്സാപ്പിൽ ഒരു അഭിഭാഷക സുഹൃത്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ വേറെ അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് അഭിഭാഷകരൊക്കെ അയച്ചേക്കുന്നതും. പിന്നെ ചാവക്കാട്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ഇപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ കെട്ടിടത്തിൻ്റെത് കാരണം ഈ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നു. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സമയമായപ്പോൾ വന്നില്ല. കാരണം വെള്ളപ്പൊക്കം. ഇവിടെ വെള്ളമൊന്നും, അവിടെ ഒന്നും വെള്ളമൊന്നും കയറിയിട്ടില്ല, അവിടെ വെള്ളപ്പൊക്കമൊന്നുമില്ല. പക്ഷേ വെള്ളപ്പൊക്കം വന്നാൽ എവിടെയെന്നറിയാവോ? അവർ പറയുന്നത് കുമരകത്താണ്. അപ്പോൾ കുമരകത്തൂടെ ഈ ഒഫീഷ്യൽ ട്രിപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് നേരെ കുമരകത്തും കൂടെ പോയി ഒന്ന് താമസിക്കാം. അവിടുന്ന് കരിമീനുമൊക്കെ അടിച്ചിട്ട് പോവാം എന്നുള്ളതായിരിക്കും. ചിലപ്പം കരിമീൻ തിന്നുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഏതായാലും കുമരകത്ത് പോകുന്ന ആളുകളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കുമരകം കരിമീൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. ഞാൻ അവിടുന്ന് കരിമീൻ വാങ്ങാറുണ്ട് കുമരകത്തുനിന്ന്. കാരണം വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്, നല്ലത് കിട്ടും, മീൻ കിട്ടും. അപ്പോൾ ഇത് ഏതായാലും ശരി. അതുകൊണ്ട് എന്താണെന്നറിയാം, ഇത് അനന്തമായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കുക. നീണ്ടില്ല, പുതിയൊരു ഡേറ്റ് തരണം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എഴുതുകയാണ്. അദ്ദേഹത്തെ കൊണ്ട്, അദ്ദേഹത്തിന് ഇന്ത്യ മുഴുവൻ ചുമതലയുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇതിനു വേണ്ടി നിർബന്ധിക്കുന്നു ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുത്തെ ചീഫ് ജസ്റ്റിന് ഇത് ഇനാഗുറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനകത്ത് യാതൊരു കാര്യമുള്ളതല്ല. കാരണം ഗവൺമെൻറ് പണിഞ്ഞ കെട്ടണം. ഇനി ഇതിലും വലിയ വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത് ചാവക്കാട് ബാർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളമാണ്. ചാവക്കാട് ബാർ അസോസിയേഷൻ ആ കെട്ടിടം മുനിസിപ്പൽ തുടങ്ങിയത് 150 വർഷം മുമ്പാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന കോടതിയാണ് ചാവക്കാട് കോടതി.
അവിടുത്തെ മുനിസിപ്പൽ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഹെവി ആയിട്ടുള്ള ഒരു കോടതിയായിരുന്നു. അപ്പം ഞാൻ തൃശ്ശൂർ ഇരിക്കുമ്പോൾ എൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നത് കൊണ്ട് എനിക്കറിയാം ഒരുപാട് കേസ് കെട്ടിക്കിടക്കുന്ന ഒരു കോടതിയാണ്. അത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, കുറച്ച് പേരേ ഉള്ളൂ. അത് 2 പേര് അവിടെ മുനിസിപ്പാലിറ്റി ഞാൻ എൻ്റെ പീരീഡിൽ ഇരുന്നു, നന്നായിട്ട് ജോലി ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത 2 പേരുണ്ട്. 2 പേരും മരിച്ചുപോയി കേട്ടോ, അൺടൈംലി ഡെത്താണ്. 2 പേരും യഥാർത്ഥത്തിൽ ക്യാൻസർ ബാധിതരായിട്ട് അവർ മരിച്ചുപോയതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 ഉദ്യോഗസ്ഥരായിരുന്നു, 2 ജുഡീഷ്യൽ ഓഫീസേഴ്സായിരുന്നു. അത് എൻ്റെ പീരീഡിലൊന്നുമില്ല, മരിച്ചത് പിന്നീടാണ് മരിച്ചത്. അന്ന് ഞാൻ അവിടെ നിന്ന് പോകുമ്പോഴൊക്കെ അവർ നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുകയാണ്. പിന്നെ അവർക്ക് പ്രൊമോഷനൊക്കെ കിട്ടി, പക്ഷേ അത് പിന്നെ അവർ മരിച്ചുപോയി. എന്തായാലും ആയിക്കോട്ടെ. പക്ഷേ ഈ ചാവക്കാട് കോടതി കെട്ടിടം എന്ന് പറയുന്നത് വളരെ ദുരിതം പിടിച്ച ഒരു കെട്ടിടമായിരുന്നു. കാരണം അതിനകത്ത് ഒന്നാമത് ഇരുട്ടാണ്, പഴയ തടി കൊണ്ട് തന്നെ പണിഞ്ഞേക്കുന്ന കെട്ടിടമാണ്. അവിടെ ഈ ഫാൻ പോലും ഉപയോഗിക്കുന്നതിന് ജനലിലാണ്. അത് പണ്ട് ഉണ്ടായിരുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ഈ ഫാന് പകരം ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ രീതിയിലുള്ള ഒന്ന് കാണേണ്ട തന്നെയാണ്, ആർക്കിയോളജിക്കൽ വാല്യൂ ഉള്ള ഒരു കെട്ടിടമാണ്. അവിടെ ഇപ്പം 38 കോടി രൂപ ചെലവഴിച്ച് ഗവൺമെൻറ് ഒരു കെട്ടിടം പണിതു കൊടുത്തു. അതായത് അവിടെ 4 കോടതികളുണ്ട്, പിന്നെ അവിടെ ഫാമിലി കോടതിയുടെ സിറ്റിങ്, അവിടെ ക്യാമ്പ് സിറ്റിംഗ് ഉണ്ട്. അതുപോലെ ഇനിയും കോടതികളൊക്കെ വരണമല്ലോ. കാരണം ജനങ്ങൾക്ക് ഈ ഡോസ് ഓഫ് ദ പബ്ലിക്, അതായത് ജനങ്ങളുടെ വാതിൽക്കൽ നിയമം എത്തണമെന്നാണല്ലോ, നീതി എത്തണമല്ലോ. അതിന് വേണമെങ്കിൽ അങ്ങനെ കോടതികൾ വരണം. അപ്പോൾ ആ ഒരുപാട് കോടതികൾ ഇനിയും വരാനുണ്ട്. കാരണം ജുഡീഷ്യറി അത് ഒരുപാട് ഡെവലപ്മെൻറ്റ്, വികസനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതുപോലെ വരികയും വേണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം അത് ഇതോടുകൂടി മുടങ്ങി കിടക്കുകയാണ്. കാരണം ഇതോടുകൂടിയിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇരിങ്ങാലക്കുട വന്നിട്ട് ചാവക്കാടോട് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് ഇരിങ്ങാലക്കുട വന്നിട്ട് അവിടുന്ന് വിർച്വലായിട്ട് നടത്താം, ഇനാഗുറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അവിടുത്തെ ബാർ അസോസിയേഷൻ ഒരു 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 കംപ്ലൈൻറ്റ് എഴുതി അയച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചീഫ് ജസ്റ്റിസിന് കൊടുത്തേക്കുന്ന അതിൻ്റെ കോപ്പി എനിക്കൊരു അഭിഭാഷക സുഹൃത്ത് അയച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് 38 കോടി രൂപ ചിലവാക്കി ഒരു 5 നില കെട്ടിടമാണ്, നല്ലൊരു വലിയ കെട്ടിടമാണ് അവിടെ പണിതേക്കുന്നത്, അത്തരം വലിയൊരു കെട്ടിടം. അപ്പോൾ എൻ്റെ ഉദ്ഘാടനം വിർച്വലായിട്ട് നടത്തേണ്ട കാര്യം എന്താണ്? അവർക്ക് ഇൻ പേഴ്സൺ അവിടെ വന്ന് നാട മുറിച്ച് ഒരു ഉദ്ഘാടനം ചെയ്താൽ വലിയ കാര്യമാണ്. ചാവക്കാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഗുരുവായൂരിൻ്റെ പടിക്കലാണ്, വളരെ അടുത്താണ്. അപ്പോൾ ചാവക്കാട് കോടതിക്ക് ഒരുപാട് പ്രത്യേകത ഉള്ളത്, ഈ ഗുരുവായൂർ തൊഴാൻ വരുന്ന ഒരുപാട് ജഡ്ജിമാരുണ്ട്. അവർ ഈ ചാവക്കാട് കോടതിയിൽ കൂടെ വരും. ചാവക്കാട് നിന്ന് സ്ഥിരമായിട്ട് ഗുരുവായൂരേക്ക് ഡ്യൂട്ടിക്ക് വിട്ടേക്കുന്ന പ്രൊഫസർവേഷനെ ഉണ്ട്, എനിക്കറിയാം, ഞാനുള്ളപ്പോഴും ഉണ്ടായിരുന്നു. അതിങ്ങനെ ഒരു പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ അത് കാര്യമില്ല, അതിങ്ങനെ പോകുമ്പോൾ പറയാൻ പറ്റത്തില്ല. അവർ വരുമ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർക്ക് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കണം, അങ്ങനെ കൊടുക്കണം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആ കെട്ടിടത്തിൻ്റെയും കാര്യം വളരെ കഷ്ടപ്പാടിലാണ്. ഇതിൽ കുമരകത്തിൽ മുങ്ങിക്കിടക്കുക. കുമരകത്ത് വെള്ളം മുഴുവനായിട്ട് ഇറങ്ങണമെങ്കിൽ ഇനി എങ്ങനെ ആയാലും ഒരാഴ്ചയും കൂടെ എടുക്കും. കാരണം ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് അതിൽ വന്നു, 2 ദിവസം മുമ്പ് വന്നപ്പോൾ വളരെ വെള്ളത്തിനകത്തൂടെ എൻ്റെ കാർ കഷ്ടിച്ച് വരാൻ പറ്റുന്ന ഒരു പരുവായിരുന്നു. അങ്ങനെ വന്നതാണ്. അപ്പോൾ ഏതായാലും ശരി, അവർക്കും ബുദ്ധിമുട്ടാണ്. ഈ കോടതി ഇത്രയും ഈ ആളുകൾ കാത്തിരിക്കുമ്പോൾ, ഈ ലിറ്റിഗൻസ് കാത്തിരിക്കുമ്പോൾ, അഭിഭാഷകർ കാത്തിരിക്കുമ്പോൾ, അഭിഭാഷക ക്ലാർക്കുമാർ കാത്തിരിക്കുമ്പോൾ, ജനങ്ങൾ ഒന്നാകെ കാത്തിരിക്കുമ്പോൾ ഇതിങ്ങനെ ഈ പണി പൂർത്തിയാക്കിയ കെട്ടിടങ്ങൾ ഇങ്ങനെ ഇടേണ്ട കാര്യം എന്താണ്? ഇതിൻ്റെ ഉദ്ഘാടനം നടത്തണം. ഇല്ലെങ്കിൽ നമ്മളും ഈ ഗവൺമെൻറ്റും തമ്മിൽ, ജുഡീഷ്യറിയും ഗവൺമെൻറ്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഗവൺമെൻറ് പലപ്പോഴും പണി പൂർത്തിയാക്കും, പാലം പണി പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് മാറ്റിയപ്പോൾ ഇവിടെ തന്നെത്താൻ ജനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് എനിക്കറിയാം എന്ന് പറഞ്ഞതുപോലെ ഇനി ഒരു കാലം വരും, ഈ ജുഡീഷ്യറിക്ക് ഇതുപോലെ കെട്ടിടം പണിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇട്ടേക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവസാനം അവിടെ ആളുകൾ തന്നെത്താൻ കയറി ഉദ്ഘാടനം നടത്തേണ്ട ഗതികേട് ഇനി വരും. ഈ നാണക്കേട് ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഇത് ശരിയാണെങ്കിൽ ഈ പറഞ്ഞേക്കുന്നത്, കാരണം എൻ്റെ ഈ റെക്കോർഡുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇതിനകത്തൊന്നും പറയത്തില്ല.